ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് വന്നിട്ടുള്ളത് അടിപൊളിയായിട്ടുള്ള 2 ക്യൂട്ട് മിനി നോട്ട്ബുക്ക് മേക്കിംഗ് വീഡിയോ ആയിട്ടാണ്. ടോട്ടൽ 2 നോട്ട്ബുക്കാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടത് രണ്ടാമത്തെ നോട്ട്ബുക്കാണ്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഏത് നോട്ട്ബുക്കാണ് ഇഷ്ടപ്പെട്ടതെന്നുള്ളത് കമൻറ്റായിട്ട് അറിയിക്കുക. ഇതിൻ്റെ പേജസ് സെറ്റാക്കി എടുക്കാനായിട്ട് ഞാൻ A4 ഷീറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. A4 ഷീറ്റിന് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സൈസിലാണ് നമ്മൾ നോട്ട്ബുക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിലും മിനിയായിട്ടുള്ള നോട്ട്ബുക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വിചാരിച്ചു വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന്. നമ്മൾ 2 നോട്ട്ബുക്കും ഈ ഒരു സൈസിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ കുറച്ചധികം പേജസ് ഞാൻ ഇതവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്ര പേജസ് ആണോ വേണ്ടത് അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിനെ ഒന്ന് ഒട്ടിച്ചെടുക്കാനായിട്ട് ആദ്യം പേജസ് ഇതുപോലെ ലെവലിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 2 സൈഡിലായിട്ട് 2 പിന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പേജസ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ പിന്ന് വെച്ച് കൊടുക്കുന്നത്. പേജസ് ഒക്കെ ലെവലായിട്ട് വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യാം. ഞാനിത് ഒട്ടിച്ചെടുക്കാനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ഫെവിക്കോളാണ്. ഫെവിക്കോൾ ആണെങ്കിൽ പെട്ടെന്ന് ഒട്ടിക്കിട്ടും. പിന്നെ പശക്കൊരു പിശുക്കും കാണിക്കേണ്ട ആവശ്യമില്ല. കാരണം നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്താൽ മാത്രമേ ഇത് നന്നായിട്ട് ഒട്ടത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പേജസ് ഇങ്ങനെ ഇളകിയിട്ട് പോരാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒട്ടിച്ചതിന് ശേഷം കുറച്ച് ടൈം ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം. ആ ഒരു ടൈമിലേക്ക് നമുക്ക് ഇതിന് വേണ്ട ബേസ് ഒന്ന് റെഡിയാക്കി എടുക്കണം. ഇതിനായിട്ട് ഞാനൊരു പഴയ ബുക്കിൻ്റെ ചട്ടയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു പേജസ് ഇല്ലേ, ആ പേജിൻ്റെ ആ ഒരു സൈസിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഈ ഒരു ഗ്ലിറ്റർ ഫോം ഷീറ്റ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ബുക്കിൻ്റെ ബേസ് കവർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗ്ലിറ്റർ ഫോം ഷീറ്റ് നമ്മൾ സാധാരണ നോർമലി കാണുന്ന ഗ്ലിറ്റർ ഫോം ഷീറ്റ് അല്ല, കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ളതാണ്. സാധാരണ കാണുന്ന ഗ്ലിറ്റർ ഫോം ഷീറ്റ് നമ്മൾ തൊടുമ്പം കയ്യിൽ ഗ്ലിറ്റർ ആവുന്ന ടൈപ്പാണ്. അപ്പോൾ ഇത് നമ്മൾ തൊടുമ്പോൾ ഒന്നും ഗ്ലിറ്റർ ആവത്തില്ല, കുറച്ചും കൂടി നല്ല ക്വാളിറ്റി ഉണ്ട്. എന്നിട്ട് ഇത് നമ്മൾ ആ ഒരു ബേസിൻ്റെ സൈസിൽ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഫെവിക്കോളൊക്കെ കൊണ്ട് ഇതൊന്ന് ഒട്ടാൻ കുറച്ച് പാടാണ്. അപ്പോൾ ഞാൻ ഡബിൾ സൈഡ് ടാപ്പും ഗ്ലൂ ഗണ്ണൊക്കെ യൂസ് ചെയ്തിട്ടാണ് ലാസ്റ്റ് ഒട്ടിച്ചിട്ടുണ്ടായത്. ഈ ഒരു ഗ്ലൂ വെച്ചിട്ട് പിന്നെ ബേസ് മാത്രം ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ബാക്കി സൈഡൊക്കെ ഞാൻ ഡബിൾ സൈഡ് ടാപ്പ് വെച്ചിട്ട് തന്നെയാണ് ഒട്ടിച്ചിട്ടുള്ളത്. ഇതിൻ്റെ മുകളിലും ഒരു പീസ് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഫോം ഷീറ്റ് ആയതുകൊണ്ട് തന്നെ ഇത് ഒരു ഒടിഞ്ഞ പോലെയൊക്കെ നിൽക്കുന്നുണ്ട്. പക്ഷെ ഫൈനൽ നമ്മൾ ചെയ്തു വന്നപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പേജ് ഇതുപോലെ നമ്മൾ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. പേജ് നമ്മളിത് ഇങ്ങനെ ഒട്ടിച്ച് അവിടെ നിൽക്കത്തില്ല കേട്ടോ. ഇതിപ്പോൾ ഉണ്ടാക്കി വന്നപ്പോഴാണ് അത് മനസ്സിലായത്. നമ്മൾ അവിടെ ആ ഒരു പീസ് വെച്ചുകൊണ്ട് തന്നെ അവിടെ നിൽക്കാൻ അവിടെ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഓപ്പൺ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ ഇത് സൈഡിൽ കുറച്ച് ഗ്ലൂ തേച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായത്. ഫോം ഷീറ്റ് വെച്ചിട്ട് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ഇതിൻ്റെ ചട്ട ഇതുപോലെ ഇങ്ങനെ തുറന്നു വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനെ ഒന്ന് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പീസ് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനൊരു ക്യൂട്ട് ലുക്കൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഒരു കണ്ണൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വായ വരച്ചപ്പോഴാണ് എനിക്ക് പണി കിട്ടിയത്. സംഭവം ഒരു പൊട്ടൻ ലുക്കാണ് എനിക്ക് ഫീൽ ചെയ്തത്. അങ്ങനെ ലാസ്റ്റ് അത് വെച്ചിട്ട് എനിക്ക് അത്ര സുഖം തോന്നിയില്ല. പിന്നെ അതൊന്ന് കവർ ചെയ്തെടുക്കാൻ എന്താ ചെയ്യുക എന്ന് ആലോചിച്ചിട്ട് ഈ ഒരു ചുണ്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്.
ഇപ്പോൾ പൊട്ടൽ ലുക്കൊക്കെ മാറിയിട്ടൊന്ന് കുട്ടപ്പനായിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ബുക്ക് നമ്മൾ തയ്യാറാക്കുന്നത് നേരത്തെ ആ സെയിം മെത്തേഡിലൂടെ തന്നെയാണ്. ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ പേജസൊക്കെ സെറ്റാക്കി എടുത്തിട്ടുള്ളത്. നേരത്തെ സെയിം മെത്തേഡിലൂടെ ആണെങ്കിലും കുറച്ചൊക്കെ വ്യത്യാസം നമ്മളിത് ചെയ്യുമ്പോൾ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് കുറച്ചും കൂടി എക്സ്ട്രാ ലുക്ക് വന്നിട്ടുണ്ട്. ബുക്ക് ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിലൊന്ന് ചെറുതായിട്ട് സൈഡിലേക്ക് നോക്കിയതാണ്. ഒരാൾ ഇതാടി ജനലിൻ്റെ മണ്ടൊക്കെ കയറി നിന്നിട്ടുണ്ട്. ഈ ഒരു ബേസ് ഞാൻ ഒട്ടിച്ചെടുക്കാനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് സാധാരണ നോർമൽ ഒരു വൈറ്റ് പേപ്പറാണ്. അപ്പോൾ ഈ ഒരു വൈറ്റ് പേപ്പർ ഞാൻ എൻ്റെ ഡ്രോയിങ് ബുക്കിൽ നിന്ന് പറിച്ചെടുത്തതാണ്. ഈയിടെയായിട്ട് ഡ്രോയിങ് ബുക്കിൽ നിന്ന് പേജ് പറിച്ച് ഇപ്പോൾ ഡ്രോയിങ് ബുക്കിൽ പേജസ് ഇല്ല കേട്ടോ. ഈ ഒരു നോട്ട് ബുക്ക് ഉണ്ടാക്കുമ്പോൾ എൻ്റെ മനസ്സിൽ കറക്റ്റായിട്ടൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു ഇതിൻ്റെ ഫ്രണ്ട് പേജ് എങ്ങനെ ചെയ്യണം എന്നുള്ളത്. പക്ഷേ ചെറുതായിട്ട് എൻ്റെ പ്ലാനിങ് ഒന്ന് കൊളായി പോയിട്ടുണ്ട്. വേറൊന്നും കൊണ്ടല്ല, ഈ ഒരു വൈറ്റ് പേപ്പർ ഞാൻ ഒട്ടിച്ചതിന് ശേഷം ഗ്ലൂവിൻ്റെ ആ ഒരു കലർ നന്നായിട്ട് എൻ്റെ ബാക്കിൽ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പെയിൻറ് ചെയ്താൽ അത്ര ഭംഗി ഉണ്ടാവില്ല എന്ന് തോന്നി. അങ്ങനെ ഞാൻ പ്ലാൻ എ മാറ്റിയിട്ട് പ്ലാൻ ബി പിടിച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞത്, ആ ഒരു ഗ്ലൂവിൻ്റെ കല നന്നായിട്ട് തന്നെ പുറത്തുണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സംഭവം നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഡ്രോയിങ് ബുക്കിലുള്ള പേജാണല്ലോ. അപ്പോൾ അത് അത്ര തിക്ക് ഉള്ള പേജ് അല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. അപ്പോൾ പ്ലാൻ ബി എന്താണെന്ന് വെച്ചാൽ ഇതാടി എൻ്റെ കയ്യിലുള്ള ഇതുപോലത്തെ കുറച്ച് കാർഡ് സ്റ്റോക്ക് കട്ട് ചെയ്തിട്ട് സംഭവം വിചാരിക്കാണ്ട് ചെയ്തതാണെങ്കിലും ഇത് ചെയ്ത് വന്നപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഫ്രണ്ട് പേജിലും ബാക്ക് പേജിലും ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഉൾഭാഗത്ത് ഇതുപോലെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ അവിടെ കൂടി ഞാൻ ഈ ഒരു കാർഡ് സ്റ്റോക്ക് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ ഒരു സെക്കൻഡ് ബുക്ക് ഉണ്ടാക്കുന്ന ടൈമിൽ പേജസ് ഞാൻ സൈഡ് ഭാഗം കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ പേപ്പർ കട്ടർ വെച്ചിട്ട് ഈക്വലായിട്ട് കട്ട് ചെയ്യില്ല. അപ്പോൾ ആ രീതിയിൽ ഇത് പിന്നെ പശയൊക്കെ തേച്ച് സെറ്റായതിന് ശേഷം ഈ ഒരു പേജസ് കട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതെന്നോട് വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ കട്ട് ചെയ്തുകൊണ്ട് തന്നെ പേജസ് നല്ല ഫിനിഷിങ്ങിൽ ആ ഒരു ഈക്വൽ ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അത് ചെയ്തു കൊടുക്കുക. എന്നോട് അത് ശരിക്കും പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ മിസ്സായി പോയതാണ്. അപ്പോൾ ഫസ്റ്റത്തെ ആ ഒരു ബുക്കിനെക്കാളും കൂടുതൽ ഫിനിഷിങ് ഉണ്ടായത് സെക്കൻഡത്തെ ബുക്കാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ പേജസ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. സംഭവം നല്ല ഭംഗിയുണ്ട്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഞാൻ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമാണിത്. ഒരു ബട്ടന് നമ്മുടെ ഒരു ഷർട്ടിൽ നിന്ന് പൊട്ടിച്ചെടുത്ത ബട്ടനാണിത്. അപ്പോൾ ആ ഒരു ബട്ടന് ഡബിൾ സൈഡഡ് ടാപ്പ് ചുറ്റിയിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ നമ്മൾ എംബ്രോയ്ഡറിക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഈ ഒരു ത്രെഡ് യൂസ് ചെയ്തിട്ട് അവിടെ ഒരു ലോക്ക് പോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് വീഡിയോ നോക്കിയിട്ട് ചെയ്ത് കൊടുത്താൽ മതി. ആ ഒരു ത്രെഡ് നമ്മൾ ഓപ്പൺ ആക്കിയിട്ട് ബുക്ക് ഓപ്പൺ ചെയ്യുന്ന ഒരു ലുക്കാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ ഒരു ബുക്ക് ഉണ്ടാക്കിയാൽ അതിൻ്റെ ഫ്രണ്ടിൽ വെക്കേണ്ടിയിട്ട് ഞാനൊരു സ്റ്റിക്കർ ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ ഈ ഒരു ഫ്രണ്ടിൽ വെച്ചപ്പോൾ അത്ര മാച്ചിങ് ആയിട്ട് തോന്നിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിത് മാറ്റിയിട്ട് വേറൊരു ക്യൂട്ടായിട്ടുള്ളൊരു സ്റ്റിക്കർ ഉണ്ടാക്കിയിട്ട് അതാണ് വെച്ച് കൊടുത്തിട്ടുണ്ടായത്. പിന്നെ ഇത് എവിടെ വെക്കുന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു. അവസാനം ഞാനിതാടി ബട്ടൻ്റെ മുകളിലായിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇതിനെ സ്റ്റിക്കർ എന്ന് പറയാൻ പറ്റത്തില്ല, കാരണം നമ്മളിത് സെലോ ടാപ്പൊന്നും യൂസ് ചെയ്തിട്ട് ഒട്ടിച്ചിട്ടുണ്ടായിട്ടില്ല. പിന്നെ ഞാനിതാടി ഡബിൾ സൈഡ് ടാപ്പ് വെച്ചിട്ട് ഇതൊന്ന് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്.
ബുക്കിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആശിച്ചുണ്ടാക്കിയ ഒരു സാധനമായതുകൊണ്ട് അങ്ങനെ അങ്ങ് കളയാനും തോന്നിയില്ല. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇതൊരു സ്റ്റിക്കർ ആക്കിയിട്ട് നമ്മൾ ബുക്കിൽ ഒട്ടിക്കാം. അപ്പോൾ സ്റ്റിക്കർ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു സെലോ ടാപ്പ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു പിക്ചറിന് ആ ഒരു സെലോ ടാപ്പിലേക്ക് ഇതുപോലെ കമഴ്ത്തി വെച്ച് കൊടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് സൈഡ് ഭാഗം. അപ്പോൾ സെലോ ടാപ്പ് കുറച്ച് ഭാഗം നമുക്ക് ബാക്കി വരണം സൈഡിൽ, ആ രീതിയിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ പിന്നെ നമ്മൾ സ്റ്റിക്കർ സെറ്റായിട്ട് കിട്ടും. എന്നിട്ട് ആ സ്റ്റിക്കറിന് ഞാൻ ഇതായിട്ട് നമ്മുടെ ഈ ഒരു പേജിലായിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബുക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാ ഈ ഒരു രീതിയിലാണ് വന്നിട്ടുള്ളത്. രണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള ബുക്കാണ്. പക്ഷേ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് സെക്കൻഡ് ഉണ്ടാക്കിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ബുക്കാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്നുള്ളത് കമൻറ്റായിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. എല്ലാവരും ഈ ഒരു മിനി നോട്ട്ബുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രം ഷാഹാട്ട്.